ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സാന്ദ്രയുടെ ഫോണിലേക്ക് വിളിച്ച നിധി പറയുന്നു, ഏട്ടത്തി ഞാൻ നിധിയാ. സാന്ദ്ര ചോദിക്കുന്നു, ഇത് ആരുടെ നമ്പറാ? അപ്പോൾ നിധി പറയുകയാണ്, നമ്പർ എന്റെ തന്നെയാ. പുതിയ സിമ്മും പുതിയ ഫോണും എടുത്തു. ഏട്ടത്തിക്ക് സുഖമല്ലേ? സാന്ദ്ര പറയുന്നു, അതെ. നിനക്ക് എങ്ങനെയുണ്ട്? നിധി ചോദിക്കുകയാണ്, അച്ഛൻ എങ്ങനെയുണ്ട്? സാന്ദ്ര പറയുന്നു, ആരോഗ്യമൊക്കെ ഓക്കെ, പക്ഷേ അച്ഛൻ വീട് വിട്ട് പുറത്തിറങ്ങുന്നതേ ഇല്ല. ആളുകളെ ഫേസ് ചെയ്യാൻ മടി. അച്ഛനും അമ്മയും നീ പോയതിനു ശേഷം ശരിക്കും തകർന്നുപോയി. ഇവിടെ ആരും പഴയതുപോലെ പരസ്പരം സംസാരിക്കുന്നത് പോലുമില്ല. നിനക്ക് അവിടെ എങ്ങനെയുണ്ട്? സുധീഷ് നന്നായി നോക്കുന്നുണ്ടോ? അപ്പോൾ നിധി പറയുന്നു, ഏട്ടത്തി എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഏട്ടത്തി ഫ്രീ ആണോ? സാന്ദ്ര പറയുകയാണ്, നിന്റെ ചേട്ടൻ പുറത്തുണ്ട്, എപ്പോ വേണമെങ്കിലും വരും. നീ എന്തിനാ ഫോൺ ചെയ്തേന്ന് പറ, ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാം. നിധി പറയുന്നു, അത് ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ആധാറും സർട്ടിഫിക്കറ്റ്സും ഒക്കെ എടുത്തു വെച്ചിരുന്നു. പക്ഷേ എങ്ങനെയോ അത് അവിടെ മിസ്സായി. എനിക്ക് ചില കാര്യങ്ങൾക്ക് ID പ്രൂഫ് വേണമായിരുന്നു. ഏട്ടത്തിക്ക് അത് അവിടുന്ന് എനിക്ക് കൊറിയർ അയക്കാൻ പറ്റും. സാന്ദ്ര ചോദിക്കുന്നു, അയ്യോ ഞാൻ അയക്കാനോ? നിധി പറയുന്നു, പ്ലീസ് ഏട്ടത്തി, അറ്റ്ലീസ്റ്റ് ആധാറിന്റെയും പാൻ കാർഡിന്റെയും ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് അയക്കാമോ? എനിക്ക് വലിയ ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ സമയം അവിടേക്ക് വന്ന അരുൺ സാന്ദ്രയെ ശ്രദ്ധിക്കുകയാണ്. സാന്ദ്ര പറയുന്നു, അത് ഞാൻ എങ്ങനെയാ നിധി? അരികിലേക്ക് വന്ന് അരുൺ ചോദിക്കുന്നു, ആരാ ഫോണില്? സാന്ദ്ര പറയുന്നു, അത് എന്റെ ഒരു ഫ്രണ്ടാ. അപ്പോൾ അരുൺ പറയുകയാണ്, എന്നിട്ട് നീ അവളുടെ പേരാണല്ലോ വിളിക്കുന്നത് കേട്ടത്? സാന്ദ്ര പറയുന്നു, അല്ല എന്റെ ഫ്രണ്ടാ. ഫോൺ താന്ന് അരുൺ പറയുമ്പോൾ സാന്ദ്ര മടിച്ചു നിൽക്കുകയാണ്. തരാനല്ലേ പറഞ്ഞെന്ന് പറഞ്ഞ് സാന്ദ്രയുടെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങുകയാണ് അരുൺ. അരുൺ ഹലോ എന്ന് പറയുമ്പോൾ നിധി ചേട്ടാന്ന് വിളിക്കുകയാണ്. അരുൺ ചോദിക്കുന്നു, നീ എന്തിനാടി ഇങ്ങോട്ട് വിളിക്കുന്നത്? എന്തിനാ വിളിക്കുന്നതെന്ന്? അപ്പോ രഹസ്യമായിട്ട് നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലേ? എടി എല്ലാവരെയും ഇട്ടിറങ്ങിയ ഓടിപ്പോയതല്ലേടി നീ? പിന്നെ എന്താ നിനക്കിപ്പം വിളിക്കാനൊരു തോന്നല്? എടി നിനക്ക് നാണോ ഇല്ലേ? ഇറങ്ങി പോകാനെന്നാ പറഞ്ഞതല്ലേ? പിന്നെ എന്തിനാ നീ വീണ്ടും വീണ്ടും ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? നിധി പറയുന്നു, അരുണേട്ടാ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അരുൺ പറയുകയാണ്, നീ ഇനി ഒന്നും പറയണ്ട, ഞങ്ങളെ നാണം കെടുത്താനുള്ള അടുത്ത വഴി ആലോചിക്കുകയായിരിക്കും അല്ലേ? നിധി പറയുന്നു, അങ്ങനെയൊന്നും പറയല്ലേ ഏട്ടാ. അപ്പോൾ അരുൺ പറയുകയാണ്, ദേ ആ നാവ് കൊണ്ട് നീ ഇനി എന്നെ ഏട്ടാന്ന് വിളിച്ചു പോകരുത്. ഇനി ഒരു തവണ കൂടി ഇവളുടെ ഫോണിലേക്ക് വിളിച്ചാൽ ഞാൻ നിന്നോട് സംസാരിക്കുകയാരില്ല ചെയ്യാ. ഫോൺ വെച്ചിട്ട് പോടി. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത അരുൺ ചോദിക്കുന്നു, എത്ര ദിവസം ID തുടങ്ങിയിട്ട്? സാന്ദ്ര പറയുന്നു, അയ്യോ ഇത് ആദ്യത്തെ തവണയാ. നമ്പർ അറിയാത്തത് കൊണ്ട് എടുത്തതാ. അപ്പോഴാ അവളാണെന്ന് മനസ്സിലായത്. അവളുടെ ആധാർ കാർഡും സർട്ടിഫിക്കറ്റ്സും വേണോന്ന് പറഞ്ഞു വിളിച്ചതാ. അരുൺ പറയുന്നു, നിന്നോട് ചോദിച്ചാൽ നീ എടുത്തു കൊടുക്കുമെന്ന് കരുതി അല്ലെ? എന്നെ എന്റെ കുടുംബത്തെയും നാണക്കേടിന്റെ പടുകുഴിയിൽ താഴ്ത്തിയിട്ട് അവള് മാത്രം സർട്ടിഫിക്കറ്റും ആധാറും വെച്ച് സ്വന്തം കാലിൽ ജീവിക്കാൻ നോക്കണ്ട. ഇവിടുന്നൊരു സാധനം കൊടുത്തു പോകരുത്, മനസ്സിലായോ? എടി മനസ്സിലായോന്ന്? അങ്ങനെ സാന്ദ്രയുടെ കയ്യിലേക്ക് ഫോൺ കൊടുത്തിട്ട് അരുൺ അവിടെ വന്ന് പോവുകയാണ്. തുടർന്ന് കരഞ്ഞുകൊണ്ട് റൂമിലിരിക്കുകയാണ് നിധി. സുധീഷ് വാതിൽ തട്ടുമ്പോൾ നിധി വന്ന് വാതിൽ തുറക്കുകയാണ്. സുധീഷ് ചോദിക്കുന്നു, എന്തു പറ്റി? എന്തിനാണോ ഇങ്ങനെ കരയുന്നേ? നിധി കരയാതിരിക്കെ. നിധി പ്ലീസ്. നിധി എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നി, അതാ ഞാൻ കഥകൾ തട്ടിയത്. ഇയാൾ ഓക്കെ ആണോ? നിധി പറയുന്നു, അല്ല ഞാൻ ഏട്ടത്തി ഒന്ന് വിളിച്ചതാ. എന്തു പറ്റിയെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, സർട്ടിഫിക്കറ്റ്സും ആധാർ കാർഡും ഒക്കെ അവിടെയാണെങ്കിലോ? സംസാരിക്കുന്നതിന്റെ ഇടയിൽ ചേട്ടൻ ഫോൺ വാങ്ങി എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ഒരു ബന്ധമില്ലാത്ത ആളെ പോലെ ഏട്ടൻ സംസാരിച്ചത്. അത് കേട്ടപ്പോ എത്ര പെട്ടെന്നാ അവർക്കൊക്കെ ഞാൻ ആരും അല്ലാതായി പോയത്. എങ്ങനെ വളർത്തിയതായിരുന്നു എന്നെന്നറിയും. ഇപ്പൊ ഞാൻ ശരിക്കും അന്യായി. ഒന്നോർത്താൽ അവര് പറയുന്നത് ശരിയാ. ഒരു കല്യാണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടത്ര ആലോചിക്കാതെ ഞാൻ പലതും ചെയ്തു. എല്ലാം തെറ്റായി പോയി. ഓർക്കുമ്പോൾ പേടിയാകുന്നു. എന്റെ ജീവിതമേ മാറിപ്പോയി. എന്തേലും സംഭവിക്കാൻ പോകുന്നെന്ന് എനിക്കറിയില്ല. ആരും ഇല്ലാതായി ഞാൻ തനിച്ചായതുപോലെ തോന്നുന്നു. സുധീഷ് മനസ്സിൽ പറയുന്നു, അങ്ങനെ പറയല്ലേ, എന്നും കൂടെ നിൽക്കാൻ ഞാനില്ലേ? നിധി പൊട്ടിക്കരയുമ്പോൾ സുധീഷ് പറയുകയാണ്, നിധി എല്ലാം ശരിയാകൂടോ? ഉറപ്പ്? ദേ ഇയാള് കൂടുതലൊന്നും ആലോചിക്കാണ്ട് കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങനെ അവിടെ നിന്ന് പോകാനായി തുടങ്ങുന്ന സുധീഷ് തിരിഞ്ഞെന്ന് ചോദിക്കുന്നു, ഞാൻ പോയാൽ ഇയാൾ ഉറങ്ങൂ? ഞാൻ പോയി കഴിഞ്ഞാൽ ഇയാൾക്ക് ഉറക്കം വരുമോന്നാ ഞാൻ ചോദിച്ചത്. നിധി പറയുന്നു, അത് സാരമില്ല. വീട്ടിൽ നിന്ന് പോന്ന ശേഷം ഞാൻ നന്നായിട്ട് ഉറങ്ങിയിട്ടേ ഇല്ല. മനസ്സിൽ എപ്പോഴും ഒരു നീറ്റല. എന്തോ ഒരു വലിയ തെറ്റ് ചെയ്ത ഫീല്. ഓരോന്നോർത്ത് പുലരും വരെ കണ്ണു തുറന്ന് കിടക്കുകയാണ് പതിവ്. കുറെ കരയുമ്പോൾ പിന്നെ അറിയാതെ മയങ്ങിപ്പോകും. സാരമില്ല, ഇയാള് പൊയ്ക്കോ. സുധീഷ് പറയുന്നു, നിധി നമുക്കൊന്ന് പുറത്തു പോയിട്ട് വന്നാലോ? നിധി ചോദിക്കാണ്, ഇപ്പോഴോ? സുധീഷ് പറയുന്നു, ഇങ്ങനെ ഇതിനകത്തിരുന്ന് കരഞ്ഞോണ്ടിരുന്നാലേ താൻ ഒരുമാതിരിയായി പോകും. പുറത്തൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി വന്നു കഴിഞ്ഞാൽ മനസ്സൊന്ന് മാറും. ഈ ഒരു സ്ട്രെസ്സേ അതൊക്കെ ഒന്ന് കുറയും. എടോ വാ, നമുക്കൊന്ന് പുറത്തു പോയി കറങ്ങി റിലാക്സ്ഡ് ആയിട്ട് വരാം. ഞാൻ ഈ ഡ്രസ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം, താൻ വാ. അങ്ങനെ നിധിയെയും കൂടി സുധീഷ് പുറത്തേക്ക് പോവുകയാണ്. ബൈക്കിലേക്ക് കയറിയിരുന്ന സുധീഷ് പറയുന്നു, കേറ്. എന്താ നിന്ന് കളഞ്ഞത്? പോണോന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, അതെന്താ? മുറിയിൽ ഉറക്കം വരാതെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നില്ലേ? പുറത്ത് വന്ന 4 ആളെ കണ്ടാൽ ഒക്കെ മാറി കിട്ടും. തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല ഉറക്കവും കിട്ടും. നിധി ചോദിക്കുന്നു, അതിന് ഈ രാത്രി നേരത്ത് പോകുന്നത് ശരിയാണോ? സുധീഷ് ചോദിക്കുന്നു, സേഫ് ആണോന്ന് ആലോചിച്ചിട്ടാണോ? എടോ ഈ ഏരിയയിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പിന്നെ ഞാനില്ലേ കൂടെ. ഈ സമയം കൂർക്കം വലിച്ചുറങ്ങുകയാണ് ഭാസ്കരൻ. ചൂടമടിക്കുന്നത് പോലെ ശബ്ദം കേട്ട് തിരികെ നോക്കുകയാണ് സുധീഷും നിധിയും. സുധീഷ് പറയുന്നു, എടോ നമുക്ക്
എന്തേലും ഒരു പ്രശ്നം വന്നാൽ അയ്യോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായല്ലോ എന്ന് പറഞ്ഞ് അതിൽ തന്നെ കിടന്ന് കറങ്ങുകയല്ല വേണ്ടത്. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേറെ കാര്യങ്ങൾ നോക്കി പോണം. കുറച്ചു കഴിഞ്ഞാലേ ആ പ്രശ്നം നമുക്കൊരു പ്രശ്നമേ അല്ലാന്ന് മനസ്സിലാകും. ഭാസ്കരനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് സുധീഷ് മനസ്സിൽ പറയുന്നു, ഇങ്ങേര് ശരിക്കും പരിഹസിക്കുകയാണോ? നിധി വാ പോകാന്ന് പറഞ്ഞ് സുധീഷ് ബൈക്കിലേക്ക് കയറുമ്പോൾ നിധി ചോദിക്കുന്നു, ജീപ്പ് എന്തിയെ? സുധീഷ് പറയുന്നു, അത് ട്രാവൽസിനുണ്ട്. അല്ല ബൈക്കിൽ കയറാൻ വേണ്ടി ഇത്രമാത്രം ആലോചിക്കുന്നത് എന്തിനാ? കേറിക്കോ. നിധി ബൈക്കിലേക്ക് ഇരിക്കുമ്പോൾ സുധീഷ് പറയുന്നു, അല്ല ഇങ്ങനെ സൈഡ് തിരിഞ്ഞിരിക്കുന്നത് സേഫ് അല്ല കേട്ടോ, രണ്ട് സൈഡിലേക്കും കാലിട്ടിരുന്നൂടെ? വേണ്ടെന്ന് നിധി പറയുമ്പോൾ സുധീഷ് ചോദിക്കാണ്, അതെന്താ? ഇയാള് വല്ല കട്ടറിലോ ഹമ്പിലോ കൊണ്ട് ചാടിച്ച് താഴെ വീണാൽ ഞാനും ഒപ്പം വീണ് എന്റെ മുഖവും പല്ലും ഒക്കെ പോകും. ഇതാകുമ്പോ എനിക്ക് ചാടിയിറങ്ങാൻ എളുപ്പമാണല്ലോ. സുധീഷ് പറയുന്നു, ഓ അങ്ങനെ, ഓക്കെ ശരി പോകാം. തുടർന്ന് അവർ സന്തോഷത്തോടുകൂടി ബൈക്കിൽ യാത്ര ചെയ്യുകയാണ്. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, ഓക്കെ ആയോ ഇപ്പോൾ? നിധി പറയുന്നു, ഓക്കെ. സുധീഷ് പറയുകയാണ്, നമ്മൾ എത്ര നേരമായിട്ട് എങ്ങനെ പോകുന്നതെന്നറിയോ? നിധി പറയുന്നു, ഒരു 20 മിനിറ്റ്സ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, 1 അവർ കഴിഞ്ഞു. ആദ്യം ഒന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയുകയാണ്, ഞാൻ ഇടയ്ക്ക് മിററിലൂടെ നോക്കുമ്പോഴേ ഇയാൾ ആദ്യമായിട്ട് കാണുന്നത് പോലെ ഓരോന്നാ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാ പിന്നെ ആവുന്നത്ര ദൂരം പോകാമെന്ന് ഞാനും വിചാരിച്ചു. നിധി പറയുന്നു, സമയം പോയത് ഞാൻ അറിഞ്ഞതേയില്ല. അപ്പോൾ സുധീഷ് പറയുകയാണ്, അതുകൊണ്ടെന്താ, മൂഡ് മാറി കിട്ടിയില്ലേ? നോക്കിക്കോ, തിരിച്ചു പോകുന്നതിന് മുമ്പേ എല്ലാം ശരിയാകും. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി സംസാരിച്ച് മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. തുടർന്ന് സുധീഷ് പറയുന്നു, അതെ നമുക്ക് കുറച്ചു നേരം ഒന്ന് ഇരുന്നിട്ട് പോയാലോ? മനസ്സിന് സങ്കടം തോന്നുന്ന സമയത്ത് ഞാൻ വന്നിരിക്കാറുള്ള ഒരു സ്ഥലമുണ്ട്, വാ. അങ്ങനെ നിധിയെയും കൂട്ടി ബീച്ചിനരികിലുള്ള ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് ചോദിക്കുന്നു, ഇപ്പൊ ഒരു സുഖം തോന്നുന്നില്ലേ? മനസ്സിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയാ. ആ പ്രശ്നങ്ങളിൽ നിന്ന് മനസ്സിനെ നമ്മൾ ഇങ്ങോട്ട് പറിച്ചെടുത്താൽ മതി. അപ്പൊ അത് നമ്മളെ വിട്ട് പോയെന്ന് തോന്നും. വീട്ടിൽ അടിക്കടി സങ്കടങ്ങൾ മാത്രം ഉണ്ടാകുമ്പോൾ ചേട്ടൻ പറയും, സമാധാനിക്ക്, നമുക്കെന്തോ സന്തോഷം വരാൻ പോകുന്നുണ്ട്, അതാണ് ഈ സങ്കടമെന്ന്. അത് ചിലപ്പോഴൊക്കെ ശരിയാകാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ഒരു ചെറിയ സന്തോഷം ആ ഒരു സമയത്ത് വരാറുണ്ടാകും. അതുപോലെ ഇപ്പൊ ഇയാൾ അനുഭവിക്കുന്ന സങ്കടത്തിന് തീർച്ചയായും സന്തോഷം കിട്ടും. ആശിച്ചതുപോലെ നല്ല ജോലി, നല്ല ജീവിതം എല്ലാം. ഈ സമയം 2 പോലീസുകാർ അവിടേക്ക് വരികയാണ്. അവർ ചോദിക്കുന്നു, ഹലോ, ഈ സമയത്ത് എന്താ ഇവിടെ ഇരിക്കുന്നത്? സുധീഷ് പറയുന്നു, ചുമ്മാ വെറുതെ കറങ്ങാൻ വന്നതാ. ഇത് കേട്ട് ആ പോലീസുകാരൻ ചോദിക്കട്ടെ, ഈ നേരത്തോ? ഇതാരാ? സുധീഷ് പറയുന്നു, ഇതെന്റെ വൈഫാണ് സർ. അവർ ചോദിക്കുന്നു, എന്താടാ ഒരു പരുങ്ങല്? സുധീഷ് പറയുന്നു, അയ്യോ സാർ, എന്റെ വൈഫാണ്, ഇവിടെ അടുത്ത് തന്നെയാ വീട്. അഡ്രസ് വേണോ സാറിന്? പോലീസുകാരൻ പറയുന്നു, ആ മാലയൊന്ന് പുറത്തേക്കിട്ടെ. കുട്ടി ആ മാലയൊന്ന് പുറത്തേക്കിടാനാ പറഞ്ഞത്. നിധി താലിമാല പുറത്തേക്കിടുമ്പോൾ പോലീസുകാരൻ പറയുന്നു, ഈയിടെയായിട്ട് ഈ സ്ഥലത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. അധികം കറങ്ങാൻ നിൽക്കണ്ട, പെട്ടെന്ന് പോകാൻ നോക്ക്, അതാ നല്ലത്. അങ്ങനെ ആ പോലീസുകാർ അവിടെ നിന്ന് പോകുമ്പോൾ പോകാന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. തുടർന്ന് സുധീഷ് പറയുന്നു, എടോ ഇപ്പൊ കണ്ടില്ലേ ആ താലി കഴുത്തിൽ കിടന്നതിന്റെ ഗുണം? അത് പൊട്ടിച്ചെറിയാനല്ലേ താ നിന്നത്? നിധി പറയുന്നു, താലി ഇല്ലെങ്കിൽ എന്താ, അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. അവരെ കാണുമ്പോൾ സുധീഷ് പേടിച്ചതുപോലെ പറയുന്നതാ പ്രശ്നം. ധൈര്യമായിട്ട് പറഞ്ഞാ മതി, സത്യം പറയാൻ ഒരു പോലീസുകാരനെയും പേടിക്കണ്ട. സുധീഷ് പറയുന്നു, താൻ ആള് കൊള്ളാലോ. അപ്പോൾ നിധി പറയുകയാണ്, പിന്നെ ഈ താലി അത് സുധീഷിന്റെ വീട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാ. അവിടെ ഇറങ്ങുന്ന നിമിഷം ഇത് കഴുത്തിന്ന് പൊയ്ക്കോളും. സുധീഷ് പറയുന്നു, ആയിക്കോട്ടെ, അതുവരെ ഊരണ്ടാന്നാ ഉദ്ദേശിച്ചത്. വിശക്കുന്നില്ലേ? നിധി പറയുകയാണ്, എനിക്ക് വിശപ്പില്ല. സുധീഷ് പറയുന്നു, എനിക്ക് വിശപ്പുണ്ട്, വാ കഴിക്കാം. തുടർന്ന് തട്ടുകടയിലേക്ക് വന്ന ഭക്ഷണം കഴിക്കുകയാണ് അവർ. നിധി പറയുന്നു, ഈ സമയത്തൊക്കെ ഇത്രയും പേരോ? സുധീഷ് പറയുന്നു, ഇതൊന്നും അല്ല, ഇന്നിത്തിരി കുറവാ, കഴിക്ക്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. സുധീഷ് പറയുന്നു, അതെ, ഈ മാനവിക റോഡ് എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ഒട്ടുമിക്കവാറും ദിവസവും രാത്രി എന്തെങ്കിലുമൊക്കെ ഒരു ആഘോഷം കാണും. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കൂട്ടം കൂട്ടമായിട്ടാ വരിക. ഈ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാലേ വെളുപ്പാങ്കാലം വരെ കുറെ പേര് സഞ്ചിയും തൂക്കി നടക്കുന്നത് കാണാം. ഒരു നഗരത്തിലെ ഒരു പ്രശ്നമില്ലാതെ ആളുകള് നൈറ്റ് ലൈഫ് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം സേഫ് ആണെന്ന അർത്ഥം. വിശപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കഴിക്കുന്നില്ലേ, അതാണ് തട്ടുദോശയുടെ സ്വാദ്, കഴിച്ചോ. പിന്നീട് കാണിക്കുന്നത് അടുക്കളയിലേക്ക് വന്ന സുഭാഷിന്റെ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, ഇന്നെന്താ സ്പെഷ്യല്? അപ്പോൾ സുഭാഷ് പറയുകയാണ്, കുട്ടിക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞോ, ചെയ്യാം. നിധി ചോദിക്കുന്നു, എന്നെ ഈ കുട്ടി ഇയാളെന്നൊക്കെ വിട്ടിട്ട് പേര് വിളിച്ചൂടെ? എന്റെ ഏട്ടന്റെ സ്ഥാനമല്ലേ? എന്നാൽ അങ്ങനെ ചോദിച്ചേ ഒരിക്കൽ കൂടെ. പുഞ്ചിരിച്ച് സുഭാഷ് ചോദിക്കുന്നു, നിധിക്ക് എന്താ വേണ്ടത്? അപ്പോൾ നിധി പറയുകയാണ്, തൽക്കാലം സ്പെഷ്യൽ ആയിട്ടൊന്നും വേണ്ട, അരയ്ക്കാനുണ്ടല്ലോ, ഞാൻ അരച്ചു തരട്ടെ. സുഭാഷ് പറയുകയാണ്, വേണ്ട വേണ്ട, ആയിട്ടില്ല. അതെ, അവൾ ഉറങ്ങുകയല്ലേ, ശബ്ദം ഉണ്ടാക്കി ഉണർത്തണ്ട. നിധി പറയുകയാണ്, അത് ശരി. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ വളം വെച്ചു കൊടുത്താൽ അവരെപ്പോഴെങ്കിലും തിരുത്തുമോ? സുഭാഷ് പറയുന്നു, രാത്രി മുഴുവനുമേ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്ക് പോലും അറിയില്ല, കിടന്നോട്ടേന്ന് ഞാനും വെച്ചു. നിധി പറയുകയാണ്, ഈ സമയമായിട്ടും. എന്നിട്ട് അവരെഴുന്നേറ്റ് വരുമ്പോഴേക്കും എല്ലാം സുഭാഷ് ഏട്ടൻ ഒരുക്കി വെക്കുകയും ചെയ്യും. സുഭാഷ് പറയുന്നു, എനിക്കതിപ്പം ഒരു ശീലമായി പോയി. നിധി പറയുന്നു, ആയിക്കോട്ടെ, സുഭാഷ് ഏട്ടന്റെ ശീലം അങ്ങനെ ആയിക്കോട്ടെ, അവരുടെ ശീലം നമുക്കൊന്ന് മാറ്റിയാലോ? എങ്ങനെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഗ്ലാസ്സില് കുറച്ച് വെള്ളവും എടുത്ത് നിധി അവരുടെ അരികിലേക്ക് പോകാനായി തുടങ്ങുകയാണ്. അരികിലേക്ക് ചെന്ന് സുഭാഷ് ചോദിക്കുന്നു, എന്ത് ചെയ്യാൻ പോകുക? നിധി പറയുന്നു, 3 പേരുടെയും മുഖത്തൊഴിക്കാൻ. സുഭാഷ് പറയുകയാണ്, അത് വേണ്ട, അന്ന് കേട്ടതല്ലേ. നിധി പറയുന്നു, ഇനി ഹരീഷ് അങ്ങനെ പറയില്ല, പറഞ്ഞാലേ ഇന്നത്തോടുകൂടി അത് അവസാനിക്കും, കാണിച്ചു തരട്ടെ, ഇപ്പൊ ശരിയാക്കി തരാം. അങ്ങനെ നിധി അവിടെ വന്ന് പോകുമ്പോൾ അതേ നിധി എന്ന് വിളിച്ച് പിന്നാലെ പോവുകയാണ് സുഭാഷ്. വെള്ളവുമായി നിധി
ഉറങ്ങിക്കിടക്കുന്ന സുധീഷിന്റെയും അനിയന്മാരുടെ അരികിലേക്ക് ചെല്ലുകയാണ്. ഒപ്പം സുഭാഷും ഉണ്ട്. ഹരീഷിന്റെ മുഖത്തേക്ക് വെള്ളം തളിക്കുകയാണ് നിധി. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് എഴുന്നേറ്റിരുന്ന് ദേഷ്യത്തോടുകൂടി ഹരീഷ് ചോദിക്കുന്നു, ആരാടത് വെള്ളം ഒഴിച്ച്? വിരൽ ചൂണ്ടി നിധി പറയുന്നു, നോ ബാഡ് വേർഡ്സ്, മിണ്ടി പോകരുത്. കണ്ണു തുറന്ന് ഹരീഷ് ചോദിക്കുന്നു, ഏട്ടത്തിയായിരുന്നു? അങ്ങനെ ഹരീഷ് പായും തലോണയും ഒക്കെ എടുത്ത് അവിടെ വന്ന് എഴുന്നേറ്റ് പോവുകയാണ്. എഴുന്നേറ്റിരുന്ന് നികേഷ് ചോദിക്കുന്നു, എന്താ ഏട്ടത്തി ഇത്? നിധി ചോദിക്കുന്നു, എന്തായെന്നോ? മണി എത്രയായെന്നാ വിചാരം? നിനക്ക് കോളേജിൽ പോകണ്ടേ? എഴുന്നേൽക്ക്. ഇത് കേട്ട് നികേഷ് അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ആ പായ പിന്നെ ആരെടുക്കും? നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടൻ. നിധി നികേഷിനെ നോക്കുമ്പോൾ പായും തലോണയും ഒക്കെ എടുക്കുകയാണ് നികേഷ്. നിധി സുധീഷിന്റെ മുഖത്തേക്കും വെള്ളം ഒഴിക്കുകയാണ്. ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്ന് സുധീഷ് എഴുന്നേറ്റിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, ഇങ്ങേർക്ക് പറഞ്ഞതൊന്നും ബാധകമല്ലേ? ഇനി മുതൽ 7 മണിക്ക് മേലെ ഒരാളും ഇവിടെ കിടന്നുറങ്ങാൻ പാടില്ല. ഉറങ്ങിയാൽ ഓരോ കുടം വെള്ളം ഓരോരുത്തരുടെയും മുഖത്തൊഴിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട. നികേഷ് പറയുന്നു, എന്നാ പിന്നെ അതിൽ കുറച്ച് സോപ്പ് കൂടി കലക്കിക്കോ, കുളി കഴിയുമല്ലോ. നികേഷിന്റെ നേരെ കൈയോങ്ങിക്കൊണ്ട് നിധി പറയുന്നു, പോടാ. നിങ്ങൾ എല്ലാവരും സുഭാഷ് ഏട്ടന്റെ തലയിൽ എല്ലാം ഏൽപ്പിച്ചു കൊടുത്തിട്ട് സുഖമായിട്ട് ഒന്നും ചെയ്യാതെ ശീലിച്ചു പോയി. ഇനി മുതൽ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് എല്ലാ പണികളിലും സുഭാഷ് ഏട്ടനെ ഹെൽപ്പ് ചെയ്യണം, കേട്ടല്ലോ? ഇത് കേട്ട് നികേഷ് മൂളുമ്പോൾ നിധി പറയുന്നു, എന്നാ ചെല്ല. സുഭാഷ് ഏട്ടാന്ന് വിളിച്ച് നികേഷ് അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയുകയാണ്, പണി കിട്ടി അല്ലേടാ മോനെ? സുധീഷ് ഉറക്കം തൂങ്ങിയിരിക്കുമ്പോൾ നിധി ചോദിക്കുന്നു, അതെ, ഇയാളോട് മാത്രമായിട്ട് ഇനി വീണ്ടും പറയണോ? ആ എഴുന്നേൽക്കാന്ന് പറഞ്ഞ് സുധീഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ നിധി ചോദിക്കുന്നു, നിങ്ങളുടെ പായ എടുക്കാൻ യൂണിയൻകാർ വരുമോ? ഇത് കേട്ട് സുഭാഷ് ചിരിച്ചുകൊണ്ട് കുനിഞ്ഞു നിൽക്കുമ്പോൾ സുധീഷ് പറയുന്നു, ഇതും മടക്കി വെക്കാറുള്ളത് സുഭാഷ് ഏട്ടനാ. നിധി പറയുന്നു, ഇനി മുതൽ സുഭാഷ് ഏട്ടന്റെ പായ മാത്രമേ ആളെടുക്കുന്നുള്ളൂ. നിങ്ങൾ കിടന്നത് നിങ്ങൾ തന്നെ എടുക്കണം. ആ വേഗം എടുത്താട്ടെ. ഇത് കേട്ട് സുഭാഷിനെ ഒന്ന് നോക്കിയിട്ട് സുധീഷ് പായ എടുക്കാനായി തുടങ്ങുമ്പോൾ നിധി പറയുന്നു, വേഗം ആവട്ടെ. സുധീഷ് പറയണ, ആ എടുക്കുന്നു. അങ്ങനെ സുഭാഷ് ഏട്ടാന്നൊന്ന് വിളിച്ചിട്ട് പായും തലോണയും എല്ലാം എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് സുധീഷ്. എങ്ങനെയുണ്ടെന്ന് നിധി ചോദിക്കുമ്പോൾ പുഞ്ചിരിച്ച് സുഭാഷ് പറയുന്നു, കലക്കി. പിന്നീട് കാണിക്കുന്നത് ഒരു ചൂലും പിന്നിൽ പിടിച്ച് മുറ്റത്തേക്ക് വന്ന് നിധി ഉറക്കെ നികേഷേന്ന് വിളിക്കുകയാണ്. എന്താ അടുത്തേന്ന് ചോദിച്ച് നികേഷ് അരികിലേക്ക് വരുമ്പോൾ നിധി പറയുന്നു, നിന്റെ 2 ചേട്ടന്മാരെ കൂടി വിളിക്ക്, സുഭാഷ് ഏട്ടനെ അല്ല. നികേഷ് ഉറക്കെ വിളിക്കുന്നു, സുധീഷ് ഏട്ടാ, ഹരീഷ് ഏട്ടാ. ഇത് കേട്ട് സുധീഷും ഹരീഷും അവരുടെ അരികിലേക്ക് വരികയാണ്. എന്താടാന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുന്നു, ഞാനല്ല, ഏട്ടത്തിയമ്മയെ വിളിച്ചത്. പുഞ്ചിരിച്ച് സുധീഷ് ചോദിക്കുന്നു, എന്താ നിധി? സുധീഷിനെ നോക്കി പുഞ്ചിരിച്ച് ഇതാന്ന് പറഞ്ഞ് ചൂല് നീട്ടുകയാണ് നിധി. ഇത് കണ്ട് അവർ കണ്ണു തള്ളി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, ഇതെന്താ ഇത്? നിധി ചോദിക്കുന്നു, കണ്ടിട്ടില്ലേ? എന്നാൽ ഇത് കൊണ്ടുപോയി ഈ മുറ്റമൊക്കെ അടിച്ചു വൃത്തിയാക്കി ഇടണം. പിടിക്ക്. സുധീഷ് ചൂലെന്ന് പറയുമ്പോൾ ഇതാന്ന് പറഞ്ഞ് ചൂല് കയ്യിലേക്ക് കൊടുക്കുകയാണ് നിധി. ശേഷം നിധി ഹരീഷിനോടും നികേഷിനോടും പറയുന്നു, ആ സമയം കൊണ്ട് നീയോ ഹരീഷും കൂടി അകവും ഉമ്മറവും എല്ലാം അടിച്ചു തുടച്ച് വൃത്തിയാക്കി വെക്കണം, കേട്ടോടാ നികേഷ്? നികേഷ് പറയുന്നു, അത് നമുക്ക് പൊളിക്കാം ഏട്ടത്തി. അപ്പോൾ നിധി പറയുകയാണ്, അതാണ് സ്പിരിറ്റ്. താങ്ക്സ് എന്ന് നികേഷ് പറയുമ്പോൾ നിധി പറയുകയാണ്, സുധീഷ് തുടങ്ങിക്കോ, 1/2 മണിക്കൂർ കൊണ്ട് എല്ലാം തീരണം. അവിടേക്ക് വന്ന് സുഭാഷ് ചോദിക്കുന്നു, എന്താ? അപ്പോൾ നിധി പറയുകയാണ്, സുഭാഷ് ഏട്ടൻ ഇടപെടണ്ട, ഇത് സുഭാഷ് ഏട്ടന്റെ ഏരിയ അല്ല, അകത്തേക്ക് ചെല്ലു, ഞാൻ ഹെൽപ്പ് ചെയ്യാൻ വരാം. അങ്ങനെ നിധി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയുകയാണ്, അല്ല ചൂട്, ഞാനിതെങ്ങനെ? അനിയന്മാരെ നോക്കി ചിരിച്ചുകൊണ്ട് നിധിയുടെ ഒപ്പം അടുക്കളയിലേക്ക് പോവുകയാണ് സുഭാഷ്. നികേഷ് പറയുന്നു, എന്താ നോക്കി നിൽക്കുന്നത്? കുടുംബനാഥയുടെ കൽപ്പനയാ, അനുസരിച്ചേ പറ്റൂ. നാഥയൊന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, പുതിയ നിയമം അനുസരിച്ച് നമുക്കൊരു റേഷൻ കാർഡ് കിട്ടിയാൽ അതിലെ ഉടമസ്ഥ വീട്ടിലെ മൂത്ത സ്ത്രീ ആയിരിക്കും. ഈ വീട്ടിലെ ഏട്ടത്തിയമ്മയാണല്ലോ, ചെയ്തോ. ഇത് കേട്ട് സുധീഷ് മുറ്റമടിക്കുമ്പോൾ നികേഷ് പറയുകയാണ്, ഹരീഷ് ഏട്ടൻ വാ. അങ്ങനെ അവർ ജോലികൾ ചെയ്യുകയാണ്. സുധീഷ് മുറ്റമടിച്ച് വൃത്തിയാക്കുമ്പോൾ മാറാലെ അടിക്കുകയാണ് നികേഷ്. ഹരീഷ് തറ തുടച്ച് വൃത്തിയാക്കുകയാണ്. തുടർന്ന് സുഭാഷിന്റെ അരികിലേക്ക് വന്ന് നിധി ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ, നിലവിളക്ക് വല്ലതും ഇരിപ്പുണ്ടോ? സുഭാഷ് പറയുന്നു, ആ പെട്ടിക്കകത്ത് എവിടെയെങ്കിലും കാണും. നിധി ചോദിക്കുന്നു, ഒന്ന് എടുത്തു തരുമോ? വാദം പറഞ്ഞ നിധിയെയും കൂട്ടി ഒരു റൂമിലേക്ക് ചെന്ന് പെട്ടിക്കകത്തുനിന്നും നിലവിളക്ക് എടുത്തു കൊടുക്കുകയാണ്. സുഭാഷിന്റെ കയ്യിൽ നിന്നും നിലവിളക്കും വാങ്ങിച്ച് നിധി മുറ്റത്തേക്ക് വരുമ്പോൾ മുറ്റമടിച്ച് ക്ഷീണത്തോടുകൂടി നിൽക്കുകയാണ് സുധീഷ്. നിധി അതേന്ന് പറയുമ്പോൾ സുധീഷ് പറയുന്നു, കണ്ടോ, മൊത്തം ക്ലീൻ ആക്കിയിട്ടില്ലേ? നിധി പറയുന്നു, ഇനി വന്നേ, ഇത് പിടിച്ചേ, നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് വരണേ. അങ്ങനെ നിലവിളക്ക് കയ്യിലേക്ക് കൊടുത്ത് നിധി അകത്തേക്ക് പോവുകയാണ്. സുധീഷ് നിലവിളക്ക് കഴുകുമ്പോൾ ഹരീഷ് അകമെല്ലാം തുടച്ച് വൃത്തിയാക്കുകയാണ്. ചൂലുമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നികേഷ്. ഹരീഷ് ചോദിക്കുന്നു, എന്താടാ ഇത്? കണ്ടില്ല എന്ന് നികേഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കുകയാണ്, തുടയ്ക്കുന്നത് കണ്ടൂടെ? തുടച്ചോ എന്ന് പറഞ്ഞ് അകത്തേക്ക് പോവുകയാണ് നികേഷ്. പിന്നീട് കാണിക്കുന്നത് നിധി കുളി കഴിഞ്ഞു വരുമ്പോൾ നിധിയെ കണ്ട് കണ്ണെടുക്കാതെ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ് നികേഷും ഹരീഷും സുധീഷും. സുഭാഷും സന്തോഷത്തോടുകൂടി നിധിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. തുടർന്ന് പൂജാമുറിയിലേക്ക് വന്ന നിധി കൈതൊഴുത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. ഇനി അടുത്ത എപ്പിസോഡ് പ്രൊമോ റിവ്യൂ. സുഭാഷും സുധീഷും കൂടി പുറത്തു നിന്ന് ജോലികൾ ചെയ്യുമ്പോൾ അവിടേക്ക് വന്ന നിധി പറയുന്നു, ജോലിയുടെ കാര്യത്തിന് സുഭാഷ് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. സുഭാഷ് ഏട്ടൻ ഒരുപാട് കമ്പനികളുടെ പ്രോജക്ട്സ് എടുത്ത് ചെയ്യാറില്ലേ? എവിടെയെങ്കിലും റെക്കമെൻഡ് ചെയ്ത് ഒരു ജോലി വാങ്ങി തരാൻ പറ്റുമോ? ഇത് കേട്ട് സുഭാഷ് തിരിഞ്ഞ് സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പുഞ്ചിരിച്ച് സുഭാഷിനെ നോക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നിധിയുടെ അരികിലേക്ക് വരികയാണ് ഭാസ്കരൻ. നിധി ടെൻഷനോടുകൂടി ഭാസ്കരനെ നോക്കുമ്പോൾ അവിടെ കറണ്ട് പോകുകയാണ്. നിധി മൊബൈൽ ടോർച്ച് അവിടേക്ക് വെക്കുമ്പോൾ വെളിച്ചം കാരണം കണ്ണ് അടച്ചു പിടിക്കുകയാണ് ഭാസ്കരൻ. നിധി ഭാസ്കരനെ ശ്രദ്ധിക്കുന്നു. തുടർന്ന്
എന്ന് നിധിയോട് തുറന്നു സംസാരിക്കുകയാണ് ഭാസ്കരൻ. ഈ വീട് കണ്ടില്ലേ, ദിസ് ഈസ് നോട്ട് എ ഹോം, ഇറ്റ്സ് എ പാലസ്, ഇറ്റ്സ് എ പാലസ് ഫോർ മീ. നിധി വിഷമത്തോടുകൂടി ഭാസ്കരനെ നോക്കുകയാണ്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.